ഇനി നമുക്ക് ടൈം ടേബിൾ കാർഡ് ഉണ്ടാക്കാം. കളിക്കുടുക്കയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നല്ല നല്ല പിക്ചറുകൾ ഉണ്ടാവും. അത് വെട്ടിയെടുത്താൽ മതി. ഞാനിവിടെ ഇങ്ങനെ ഒരു പിക്ചർ ആയ കാരണം അത് വരച്ചു കൊടുക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് അത് കളർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഔട്ട്ലൈനൊക്കെ ഒന്ന് വരയ്ക്കണമായിരുന്നു. അപ്പം ഞാനത് ഗ്ലിറ്റർ പെന്ന് കൊണ്ട് വരച്ച് എല്ലാം കൃത്യമാക്കിയിട്ട് വെട്ടിയെടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ബട്ടർഫ്ലൈസ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ എഴുതി കൊടുക്കണം. നല്ല ഭംഗിയിൽ ഇതുപോലെ പെൻസിലും കൊണ്ട് എഴുതി കൊടുക്കുക കേട്ടോ. ഒരു A4 ഷീറ്റിൻ്റെ ചെറിയൊരു പീസ് മേലാണ്. അത് കഴിഞ്ഞ് നമുക്കതൊന്ന് കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ ഒരു ബ്ലാക്ക് കളർ CD മാർക്കർ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് സ്റ്റിക്കി നോട്ടാണ്. ഇനി സ്റ്റിക്കി നോട്ട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കളർ പേപ്പർ ഇല്ലേ, അത് ഇതുപോലെ സ്ക്വയർ ആയിട്ട് മുറിച്ചെടുത്താൽ മതി കേട്ടോ. കളർ പേപ്പറാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ പശ തേച്ചിട്ട് നമ്മൾ ആ വെട്ടി വെച്ചിരിക്കുന്ന പിക്ചറുകൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. അല്ല സ്റ്റിക്കി നോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പശ തേക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ പശയുള്ള സ്ഥലത്തേക്ക് അത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് അതിൽ മൺഡേ ട്യൂസ്ഡേ എന്നൊക്കെ നമുക്ക് എഴുതി കൊടുക്കണം. പിന്നെ ഈ ഒരു പിക്ചറും ഞാൻ ആ ബുക്കിൽ നിന്ന് തന്നെയാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ടൈം ടേബിൾ എന്ന് എഴുതിയത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ട് അതിൻ്റെ പുറകിൽ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ വെട്ടി ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതിൻ്റെയൊക്കെ പുറകിൽ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നമ്മുടെ ചുമരിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്യാം. ആ പേപ്പറിൽ നമ്മുടെ ടൈം ടേബിൾ എഴുതി കൊടുക്കാം കേട്ടോ. പിന്നെ LP ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കായിരിക്കും കേട്ടോ ഇത് ഉപയോഗപ്പെടുക. അപ്പോൾ അമ്മമാര് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ എൻ്റെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. പിന്നെ വലിയ കുട്ടികൾക്ക് ടൈം ടേബിൾ കാർഡ് വിത്ത് പെൻ ഹോൾഡർ ആയിട്ടൊരു സെറ്റ് ഉണ്ടാക്കിയിട്ട് ഇതിന് മുന്നത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഇപ്പം തന്നെ ലൈക്ക് അടിച്ചോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.